ഹായ്, എൻ്റെ പേര് സൂരജ് എന്നാണ്. ഞാൻ ഇവിടെ കോഴിക്കോട് തന്നെയാണ്. ഇവിടെ ഐ വർക്ക് അബ്രോഡ് ഇൻ UK. ഞാൻ ഒരു കഴിഞ്ഞ ചൊവ്വാഴ്ച, അതിന് മുന്നത്തെ ചൊവ്വാഴ്ച, 2 ആഴ്ചയായിപ്പോൾ അച്ഛൻ മരിച്ചാൽ ഹോസ്പിറ്റലിൽ കിടന്നപ്പോൾ കഴുത്തും കയ്യും അങ്ങനെ ഒടുക്കിപ്പോയി. ഞാൻ അവിടുത്തെ ബെഞ്ചിൽ കിടന്നത് അച്ഛൻ ICU ഉള്ളപ്പോൾ ആകെ MRI സ്കാനൊക്കെ എടുത്ത് ആകെ ഡോക്ടേഴ്സ് ഒരു സർജറിയാണ് റെക്കമെൻഡ് ചെയ്തത്. അങ്ങനെ ഞാൻ ലാസ്റ്റ് എൻ്റെ അളിയനൊക്കെ പറഞ്ഞ് വേറെ 2-3 ആൾക്കാർ റെക്കമെൻഡ് ചെയ്ത് ഇവിടെ എത്തിയപ്പോൾ തത്വയില്. ഇപ്പൊ 2 ആഴ്ച കഴിഞ്ഞ് ഞാൻ വരുന്ന സമയത്ത് കൈ ഇങ്ങനെ പൊക്കി പൊക്കി ഒരു ആംഗിളിൽ നടന്നു പോയത് കാണാൻ ഞാൻ അത്രയും കൈ ഇങ്ങനെ തൂക്കിടാനൊന്നും പറ്റിയിരുന്നില്ല, ഇങ്ങനെ റെസ്റ്റ് ചെയ്യാനും പറ്റിയിരുന്നില്ല. ബട്ട് നൗ ഐ ആം വെരി ഹാപ്പി ടു സേ എൻ്റെ ഒരു 90% കഴിഞ്ഞ് ബാക്കി ഉള്ള 10% ഇറ്റ് വിൽ ഗ്രാജുവലി ഗെറ്റ് റെഡ്യൂസ്ഡ് ബൈ ടേക്കിംഗ് പ്രോപ്പർ റെസ്റ്റ്. അപ്പോൾ ഞാൻ അവിടെ റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. എന്താ വെച്ചാൽ ഇവിടുത്തെ ഹോസ്പിറ്റാലിറ്റി അത് മറക്കാൻ പറ്റില്ല. ഇവിടുത്തെ പിള്ളേരാണെങ്കിലും ഇവിടുത്തെ സ്റ്റാഫ്, ഡോക്ടേഴ്സ് എല്ലാവരും റിയലി ഫെൽറ്റ് ലൈക്ക് മൈ ഓൺ ഫാമിലി. അത്രയും നന്നായിട്ട് നോക്കി. ഫുഡാണെങ്കിൽ നല്ലതായിരുന്നു. പിന്നെന്തായിരുന്നു ഇവിടെ ഞാനിപ്പോൾ എൻ്റെ 2-3 ഫ്രണ്ട്സിനെ ഞാൻ അവർക്കും വേണം റെക്കമെൻഡ് ചെയ്തു. എൻ്റെ അമ്മയും വന്നിരുന്നു എൻ്റെ ഒപ്പം തന്നെ. അമ്മയ്ക്കും കാൽമുട്ടിന് ഒരു കുറച്ച് കാലമായിട്ട് വേദനയായിരുന്നു. കാൽമുട്ട് അത്യാവശ്യം ഞൊണ്ടി ഞാൻ നടന്നിരുന്നത്. അപ്പോൾ അങ്ങനത്തെ അത് കഴിഞ്ഞിട്ട് അമ്മേനെ അവര് കിഴി, ബാൻഡേജ് അങ്ങനെ കെട്ടി അമ്മേന്റെ ഇപ്പോൾ ഉഷാറായില്ല. അമ്മ അടിപൊളി, അമ്മയും വെരി ഹാപ്പിയാണ്. അപ്പൊ ഇന്നിപ്പോ ഡിസ്ചാർജ് പോവാണ്. ലാസ്റ്റ് പേരെ കെട്ടും ആയിട്ട് നിൽക്കുകയാണ്. പോവാൻ തോന്നില്ല, പക്ഷെ പോവാൻ തോന്നുന്നുണ്ട് സിറ്റുവേഷൻ. ബട്ട് ദിസ് പ്ലേസ് ഇസ് ലിറ്ററലി അമേസിങ്. അത് ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു അൺകംഫർട്ടബിൾ ആയി തോന്നുന്നുണ്ടെങ്കിൽ ഒരു ഉൾച്ചിലൊക്കെ മാറ്റാൻ പറ്റുന്ന കാര്യങ്ങൾ ഒരുപാടുണ്ട്. അപ്പൊ അതായത് സർജറിക്കൊന്നും പോണ്ട, ഇവിടെ നിന്ന് നോക്കിയിട്ട് പിന്നെ വേണമെങ്കിൽ ട്രൈ ചെയ്യാം എന്നേ ഞാൻ പറയുള്ളൂ. എനിവേ, ഹാറ്റ്സ് ഓഫ് ടു ദീസ് ഗൈസ് ആൻഡ് താങ്ക് യു വെരി മച്ച്.